അല്ലെങ്കിൽ താഴെ ആരെങ്കിലും ഇസ്ലാമിക സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു അവസരമാണ്, നിങ്ങൾക്ക് മുകളിലോട്ട് വന്ന് ടീച്ചറുമായിട്ട് സംസാരിക്കാം. നിങ്ങൾ കൈ ഉയർത്തിയാൽ നിങ്ങൾക്ക് മുകളിൽ വരാം. ഇപ്പോ നമുക്കറിയാം വാടക ഗർഭധാരണം, അതിനെ എന്തുകൊണ്ടാണ് ഇസ്ലാം മത പുരോഹിതന്മാര് വ്യഭിചാരം എന്ന് വിളിക്കുന്നത്? ഇത് നമ്മൾ നോക്കുന്നത് മതത്തിന്റെ കണ്ണിലൂടെയല്ല, ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെയും. ഇതിനകത്തൊരു ധാർമ്മികതയുണ്ടോ എന്നും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ ഏതെങ്കിലും രൂപത്തിൽ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ഇത് യുക്തിപരമാണോ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ യൂസ്ഫുൾ ആണോ, ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്, എന്തെങ്കിലും രൂപത്തിൽ ഒരു ബാഡ് ഇമ്പാക്റ്റ് ഇതിനുണ്ടോ, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഏതൊരു കാര്യത്തെയും യോജിക്കുന്നതും വിയോജിക്കുന്നതും. അപ്പോൾ വ്യഭിചാരം എന്ന വാക്കിന്റെ അർത്ഥവും സരോഗസിയുടെ പ്രക്രിയയും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. ഒന്നാമതായിട്ട് വ്യഭിചാരം എന്ന് പറഞ്ഞാല് നിയമപരമായും മതപരമായും നിർവചിക്കപ്പെടുന്നത് വിവാഹേതര ലൈംഗിക ബന്ധമാണ്, സംശയമില്ല. പ്രവാചകന്റെ ജീവിതത്തിലുടനീളം നമുക്കത് നൂറുകണക്കിന് തെളിവുകളിലൂടെ കാണിച്ചു കൊടുക്കാനും പറ്റും. പക്ഷേ സരോഗസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും യാതൊരു വിധത്തിലുള്ള ലൈംഗിക ബന്ധവും നടക്കുന്നില്ല. അവര് രണ്ടുപേരും ശാരീരികമായി ഒരു രൂപത്തിലും ഇടപഴകുന്നില്ല. പൂർണ്ണമായും ശാസ്ത്രീയമായിട്ടുള്ള വിദ്യകളിലൂടെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, IVF. അപ്പൊ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകള് കളിക്കേന്ദ്രങ്ങളാണ് എന്നാണ് ഉസ്താദ് ധരിച്ചത്. ഇപ്പോ മെഡിക്കൽ നടപടികൾ നമുക്കറിയാം. സരോഗസി എന്ന് പറയുന്നത് ഇവര് വിചാരിക്കുന്നത് പോലെ ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച് പിന്നാലെ പെണ്ണുങ്ങളുടെ കൂടെ നടന്ന ആ പ്രവാചകന്റെ ശാരീരികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഒരു വൈദ്യശാസ്ത്ര ചികിത്സയാണ്. കണ്ണില്ലാത്തവർക്കും ചെവി കേൾക്കാത്തവർക്കും സംസാരശേഷിയില്ലാത്തവർക്കും നടക്കാത്തവർക്കുമൊക്കെ നമ്മൾ വൈദ്യശാസ്ത്രത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അതൊന്നും ഒരു തെറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരാള് എന്നെ സമീപിച്ചിട്ട് ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്യാറില്ല, ഞാൻ കഴിവതും ഒഴിവാക്കി വിടാറാണുള്ളത്. വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ഈ കുട്ടിക്ക് മലദ്വാരമില്ല, അതിൻ്റെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അവർ നിന്നിങ്ങനെ യാചിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം, വീഡിയോ ചെയ്യാൻ പറ്റില്ല, എന്തായാലും നിങ്ങൾ നോക്ക്, നമുക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരിതിനെ എന്തെന്ന് വിളിക്കും? അള്ളാഹുവിൻ്റെ വിധിയല്ലേ ഒരു കുട്ടിക്ക് മലദ്വാരമില്ലാതെ സൃഷ്ടിക്കുക. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടി മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ അത് പടച്ചവന്റെ സൃഷ്ടികളിലുള്ള ഒരു ന്യൂനതയാണത്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു അവയവം ദാനം ചെയ്യുന്നത് പോലെയോ രക്തം നൽകുന്നത് പോലെയോ ഉള്ള ഒരു സഹായമായിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ മറ്റൊരു മനുഷ്യൻ അതല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന എല്ലാ പ്രക്രിയകളെയും നമ്മൾ അംഗീകരിക്കുന്നു. ഒരു കുഞ്ഞു മരിക്കുന്നു, ആ കുഞ്ഞിൻ്റെ കണ്ണും പിന്നെ ഹാർട്ടും അതൊക്കെ എടുത്തിട്ട് അത് ഓരോരുത്തർക്കും വെച്ചു കൊടുത്ത് അവർക്കൊക്കെ ഓരോ പുതുജീവൻ നൽകുക. ഇത് മണ്ണിനോട് ലയിക്കാനുള്ളതാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഗുണകരമാകുന്നെങ്കിൽ ആകട്ടെ. ഇത് മാത്രമേ നമ്മൾ അതിനകത്ത് കാണുന്നുള്ളൊരു പ്രോഫിറ്റ് ആയിട്ട്. ഇപ്പം ഞാൻ എവിടെ വീണ് മരിച്ചാലും എൻ്റെ ഡെഡ് ബോഡി വരെ മെഡിക്കൽ കോളേജിന് ഡെഡിക്കേറ്റ് ചെയ്ത് നടക്കുന്ന ആളാണ്. അങ്ങനെ മണ്ണുമായിട്ട് അലിഞ്ഞു ചേരണ്ട, കുട്ടികൾക്ക് കൊണ്ടേ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കണമെങ്കിൽ കുട്ടികൾ കൊണ്ടേ പഠിച്ചോട്ടെ, ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മുമ്പ് നമ്മുടെ ഡോക്ടർ ഗണപതി പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ മരിക്കപ്പെടുന്നത് അത്രയും ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളാണ്. കാരണം എന്താ? അവരുടെയാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്ന. മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വമാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കുറേ മരണനിരക്കുകൾ കൂടി പറയുന്നുണ്ടായിരുന്നു. ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ എത്ര പേര് നടന്നു, എത്ര പേരുടെ അവയവങ്ങൾ എടുത്തു എന്നൊക്കെ ഡോക്ടർ ഗണപതി പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോലും അദ്ദേഹം ആ നിലപാടിൽ നിന്ന് തിരിച്ചു പോയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഡോക്ടർ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പച്ചയായിട്ട് നമ്മളോട് തുറന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സരോഗസി പോലെയുള്ള ഇതിലൂടെ ജനിക്കുന്ന കുഞ്ഞ് പിന്നെ ജനിതക അമ്മയുമായിട്ട് ബന്ധമുണ്ടാകാറില്ല എന്നും
യഥാർത്ഥ മാതാപിതാക്കളുടെ ബീജവും അണ്ടവുമാണ് ഉപയോഗിക്കേണ്ടതെന്നും സറോഗേറ്റ് അമ്മ കേവലം ഒരു പോറ്റമ്മയുടെ ധർമ്മം മാത്രമാണ് നിർവഹിക്കുന്നത്, അതുകൊണ്ട് അതിനെ വ്യഭിചാരമായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അതിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിക്കട്ടെ, ഒരു നേഴ്സ് വിചാരിച്ചാൽ നമ്മുടെ തന്തയും തള്ളയൊക്കെ നിഷ്പ്രയാസം മാറ്റാൻ സാധിക്കില്ലേ? ഇന്ന് ക്യാമറ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്തുകൊണ്ടാണ് ഈ DNA ടെസ്റ്റുകളൊക്കെ അനിവാര്യമായിട്ട് വരുന്നത്? ഇപ്പോൾ നമ്മുടെ സ്വന്തം മക്കള് എത്ര മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് സ്വന്തം പിതാക്കൾ തന്നെ മക്കളെ വ്യഭിചരിച്ച് ബീജമുണ്ടാക്കി കൊടുത്ത് കുട്ടിയെ കൊണ്ട് നിൽക്കുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് വിൽക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഫ്ഗാനിലെ ഈ ദാരിദ്ര്യം വരിഞ്ഞു മുറുകിയപ്പോൾ 5-7 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വിറ്റിട്ടാണ് അവര് ഗോതമ്പ് മരിയും വാങ്ങിച്ചുകൊണ്ട് പോയി തിന്നിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ടല്ലോ. ഇത് കിട്ടാതിരുന്ന് കിട്ടുന്ന ഒരു കിട്ടാക്കനിക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി അവര് സ്നേഹിച്ച് വളർത്തും. പിന്നീട് അതുങ്ങൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വന്തം മക്കളെ തിരിയുന്നു. അഫാൻ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശി വെഞ്ഞാറമൂടുകാരനാണ് 5 പേരെ തലക്കടിച്ചു കൊന്നത്. തള്ളെ ചുറ്റിയേക്ക് അടിച്ചു, ഓളി ചത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. മക്കളെ കണ്ടും മാമ്പൂവ് കണ്ടും കുതിക്കണ്ട എന്ന് പറയും. ഒരു ദമ്പതി അവർക്ക് കുഞ്ഞു വേണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നിറവേറ്റാൻ സഹായിക്കുക എന്നത് ഒരു സതുദ്ദേശമാണ്. വ്യഭിചാരത്തിൽ ഇത്തരം ഒരു ലക്ഷ്യമോ കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്വമോ ഇല്ല. ഇത് ഇവങ്ങേരെ പോലെയുള്ള ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആങ്കർമാരല്ലേ ഈ ചർച്ചയ്ക്ക് വരേണ്ടത്. സരോഗസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിയമപരമായിട്ടുള്ള കരാറുകളുണ്ട്. സഹോദരൻ പറഞ്ഞതുപോലെ മാന്യമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും റൂളുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കപ്പെടണം. ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും സരോഗസി നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ടതാണ്. ഇന്ത്യയില് സരോഗസി നിയന്ത്രണ നിയമമുണ്ട്. 2021 പ്രകാരം ഇത് വ്യഭിചാരമല്ല എന്ന് ഈ രാജ്യം സ്വീകരിച്ച നയമാണ് നിയമത്തിലൂടെ. മറിച്ച് മാനുഷിക പരിഗണനയോടുകൂടി ചെയ്യേണ്ടുന്ന ഒന്നായിട്ടാണ് ഈ രാജ്യം അതിനെ കണക്കാക്കുന്നത്. ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലല്ലേ ഇതുപോലുള്ള തീവ്രവാദികളെ കൊണ്ടുവന്നിരുന്ന ഈ ചർച്ചയ്ക്ക് ഇവരുടെ കൂടി വാക്കുകൾ ലോകത്തെ കേൾപ്പിക്കുന്നത്. വ്യഭിചാരം എന്നത് അധാർമികമായിട്ടുള്ള ഒരു ലൈംഗിക വീഴ്ചയായിട്ട് കണക്കാക്കുമ്പോൾ സരോഗസി എന്നത് വന്ധ്യത മാറ്റാനുള്ള ഒരു ആധുനിക ചികിത്സാ സമ്പ്രദായമാണ്. ഇതിനെ വ്യഭിചാരമായി കാണാൻ ശാസ്ത്രീയ ബോധമില്ലാത്തതുകൊണ്ടോ വികലമായിട്ടുള്ള മത കാഴ്ചപ്പാടുകളോ ഇവരെ അന്ധരാക്കിയേക്കാം. നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകളുണ്ട്. നമ്മുടെ സംവാദങ്ങൾ കൊണ്ടാണ് അതിനൊക്കെ ഒരു അയവ് വരേണ്ടത്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറാകണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് കൂടുതൽ ആളുകൾക്ക് അറിവിലേക്ക് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമമുണ്ടെന്നും ഇത് അത്ര വലിയ ക്രിമിനൽ കുറ്റമല്ലെന്നും ഇതിനെ വ്യഭിചാരമായി കാണുന്നവരുടെ മാനസിക നിലയ്ക്ക് തകരാറുണ്ടെന്നും ലോകം അറിയണം. ഇതിനെ വ്യഭിചാരം എന്ന് വിളിക്കുന്ന ഈ മതപണ്ഡിതന്മാർ ഇവരുടെ 6ാം നൂറ്റാണ്ടിലെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന തീവ്രമായിട്ടുള്ള നിലപാടുകളാണ് ഇവരും മുന്നോട്ട് വെക്കുന്നത്. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിനും ശുചിത്വത്തിനും മനുഷ്യാവകാശത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലത്ത് ഇതിനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലല്ലേ നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ മതഗ്രന്ഥങ്ങളിൽ പുരോഹിതന്മാർ പറഞ്ഞു നടക്കുന്നു, സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള സുഗന്ധം ഉപയോഗിക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട്. ഹുസൈൻ സലഫി പറയുന്നതാണ്. അതിനെ വ്യഭിചാരം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നിസാ ഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റുഊസഹുന്ന കാസിരിമത്തിൽ ബുഖ്തിൽ മാഇല. ഒരുത്തി തുണി ഉടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുക, മുടി കെട്ടുന്നതിനെ സംബന്ധിച്ച് പറയുക. അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ പൊങ്ങിയിരിക്കും. അവളെ കാണുമ്പോൾ പുരുഷന്മാർ അവരിലേക്ക് അടുക്കും, സ്ത്രീകള് പുരുഷന്മാരിലേക്ക് അടുക്കും. ലാ യദ്ഖുൽനൽ ജന്നത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടത്തില്ലെന്നാ പറയുന്നത്. ഈ അണ്ടത്തിന്റെയും ബീജത്തിന്റെയും മാത്രം മണമായിരിക്കില്ലേ സ്വർഗത്തിൽ? കാരണം അത് വ്യഭിചാരശാലയാണല്ലോ. അപ്പൊ പിന്നെ ആ മണം ഇല്ലാതിരിക്കലല്ലേ ഒരു ജനിതക വൈകല്യമില്ലാത്ത മതഭ്രാന്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ജനിതക വൈകല്യം ഉള്ളവരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ജനിതക വൈകല്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ സിർക്കംസെഷനാണ്. അപ്പോ വിയർപ്പിന്റെ ഗന്ധം ഒഴിവാകാനും വൃത്തിയായിട്ടിരിക്കാനും സുഗന്ധം ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യമാണ്. നമ്മുടെ വിയർപ്പിന്റെ ഗന്ധം മറ്റുള്ളവർക്ക് എത്തരുത്. ഇത് മറ്റൊരാളെ ആകർഷിക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ഇവർക്ക് ഒരുപക്ഷെ ആത്മവിശ്വാസമായിട്ട് തോന്നുമായിരിക്കും. ഇത് മറ്റുള്ളവർക്ക് ഇത് വലിയ വിഷമത്തിലേ ഇടയാകത്തുള്ളൂ. ഇവരൊക്കെ എന്താ നേരം വെളുക്കാത്തതെന്നേ തോന്നത്തുള്ളൂ. ഒരാളുടെ ഉദ്ദേശം എന്താണ് എന്ന് മറ്റൊരാൾക്ക് എങ്ങനെ അളക്കാൻ കഴിയുക? കേവലം സുഗന്ധം ഉപയോഗിച്ചു എന്നതുകൊണ്ട് ഒരാൾ വ്യഭിചാരിയാണ്, വേശ്യയാണ് എന്ന് പറയുന്ന ഇവരെയൊക്കെ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ എന്ത് മറുപടി പറയും? സൂര്യനെ പിളർത്താൻ പോയപ്പോൾ കരിഞ്ഞുപോയെന്നും ചന്ദ്രനെ പിളർത്തിയ വാളത മലപ്പുറത്ത് താനൂരിലെ
ഉസ്താദിന്റെ കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നടക്കുന്ന ടീംസിനെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചാലോ? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ന് ആരാ ഉപയോഗിക്കാത്തത്? എല്ലാവർക്കും സൗന്ദര്യ ബോധമുണ്ട് ഇന്ന്. എല്ലാവർക്കും ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ ആകാര വടിവിനെ കുറിച്ച് വളരെ നല്ല രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബിലൊക്കെയുള്ള വീഡിയോകൾ, സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകൾ ഓടുന്നത് എന്താ? എങ്ങനെ കൊടവയറ് കുറയ്ക്കാം, എങ്ങനെ പൊണ്ണത്തടി കുറയ്ക്കാം, എങ്ങനെ ശരീരത്തിന് ഷേപ്പ് വെക്കാം, ഏതൊക്കെ എക്സസൈസുകൾ ചെയ്യാം, വയറ് കുറയ്ക്കാൻ, ഭാരം കുറയ്ക്കാൻ, സൗന്ദര്യം കൂട്ടാൻ. ഇതിനൊക്കെയുള്ള വീഡിയോയ്ക്കാണ് 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ ആളുകൾ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും അവനവന്റെ സൗന്ദര്യത്തെക്കുറിച്ചും അവനവന്റെ ആകാര വടിവിനെ കുറിച്ചും മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു എന്ന് പറയരുത് എന്നും എല്ലാവർക്കും ഉണ്ട്. അതിനവർ പെർഫ്യൂം അടിച്ചെന്നിരിക്കും, അവരൊന്ന് ലിപ്സ്റ്റിക് ഇട്ടെന്നിരിക്കും, അവരൊന്ന് പൗഡർ ഇട്ടെന്നിരിക്കും, അവർ പുരികമൊന്ന് ഷേപ്പ് ചെയ്തെന്നിരിക്കും, അവർക്കിണങ്ങിയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തെന്നിരിക്കും. ഇതിനെയൊക്കെ വ്യഭിചാരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആളുകളോട് സരോഗസിയെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാൾ എങ്ങനെ ഒരുങ്ങണം അവരുടെ അവകാശമാണ്. അവർ ലിപ്സ്റ്റിക് ഇടണോ, അവർ പെർഫ്യൂം അടിക്കണോ, അവരെന്ത് വസ്ത്രം ധരിക്കണം, അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ അന്നത്തെ കാലഘട്ടത്തേക്ക് മാത്രമുള്ള ശരികൾ അതേപടി 6-ാം നൂറ്റാണ്ടിലെ ആ രീതികൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന് കിട്ടുമ്പോൾ തൊഴിലിടങ്ങളിലായിരുന്നാലും പൊതുസ്ഥലങ്ങളിലായിരുന്നാലും മുസ്ലിങ്ങൾ അവരുടെ വീടുകളിലാണെങ്കിൽ പോലും ഈ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പുറത്തും വലിച്ചെറിയും. 2 വ്യക്തികൾ പരസ്പരം സമ്മതത്തോടെയോ അതല്ലാതെയോ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സാങ്കേതികമായിട്ട് നിയമപരമായിട്ട് വ്യഭിചാരം എന്നിവരെ വിളിക്കാറുണ്ട്. സുഗന്ധമടിച്ചാലോ ചുണ്ടിന് നിറം നൽകിയാലോ അതും ആ പ്രക്രിയയാണ് എന്ന് പറയുന്നവരുടെ മനോഭാവം എന്താ? വാക്കുകളെ അതിന്റെ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നിസ്സാരമായ കാര്യങ്ങളെ ഇത്ര വലിയ പാപങ്ങളുമായിട്ട് കൂട്ടിയിണക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തികളെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്താനും സമൂഹത്തിൽ വിവേചനമുണ്ടാക്കാനും അവരെ മോശമായിട്ട് മറ്റ് മുസ്ലിം സമുദായം കാണുന്നതിന് വേണ്ടി മാത്രമേ ഉപകരിക്കൂ. ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്നവരോട് അത് അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാട് മാത്രമാണെന്നും ഇതിന് ഒരു ശാസ്ത്രീയമായിട്ടോ പ്രായോഗികമായിട്ടോ യാതൊരു കഴമ്പുമില്ല എന്നും ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇത്തരം ചിന്തകള് മലയാളി മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ രൂപത്തിൽ ഇവർ കൊട്ടിഘോഷിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ.